രാഷ്ട്രീയ ടോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ മമ്മൂക്കയുടെ ഏറ്റവും പുതിയൊരു ചിത്രം, അതായത് ഷൂട്ടിംഗ് എനിക്കൊന്ന് അതിൻ്റെ ഷൂട്ട് പൂർത്തിയായിട്ടുണ്ട്. ജിതിൻ കെ ജോസ് ഡയറക്റ്റ് ചെയ്യുന്ന മമ്മൂക്കയുടെ അദ്ദേഹം ഒരു നെഗറ്റീവ് ടച്ചുള്ള നായക കഥാപാത്രമായിട്ട് വരുന്നത്, വിനായകനും അദ്ദേഹത്തിനോടൊപ്പം അഭിനയിക്കുന്നുണ്ട്, അത്തരത്തിലുള്ളൊരു സിനിമ. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് നമ്മൾ പറയുന്നത് പലതരത്തിലുള്ള ചർച്ചകളും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. മമ്മൂക്കയുടെ ക്യാരക്ടറിനെ കുറിച്ച് എന്തായിരിക്കും മമ്മൂക്കയുടെ ക്യാരക്ടർ, ഏതായാലും മമ്മൂക്ക ഇതിനകത്തൊരു നെഗറ്റീവ് ടച്ചിലുള്ള ഒരു ക്യാരക്ടറാണെന്നുള്ള കാര്യത്തിനകത്ത് യാതൊരുവിധ തർക്കവും ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന പുതിയ വിവരപ്രകാരം മമ്മൂക്ക ആ സിനിമയ്ക്കകത്ത് ഒരു സീരിയൽ കില്ലർ എന്നുള്ള രീതിയിലാണ് എന്നുള്ളതാണ് വരുന്നത്. കാര്യം സീരിയൽ കില്ലർ മാത്രമല്ല, സ്ത്രീകളെ ഉപദ്രവിക്കുന്ന തരത്തിലുള്ള ഒരു കഥാപാത്രമാണ് മമ്മൂക്കയുടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ചിരുന്ന, അല്ലെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടാവും, അത്തരത്തിലുള്ള ഒരു വ്യക്തിയുടെ, അതായത് ഇത്തരത്തിൽ ജീവിച്ച ഒരു വ്യക്തിയുടെ അതിൽ നിന്ന് എടുത്തിട്ടുള്ള ഉൾക്കൊണ്ടിട്ടാണ് ഇത്തരത്തിലുള്ളൊരു കഥാപാത്രത്തിനെ ജിതിൻ കെ ജോസ് സൃഷ്ടിച്ചതെന്നുള്ള രീതിയിലുള്ള സോഷ്യൽ മീഡിയയിൽ ചർച്ച നടക്കുന്നത്. കാര്യം ഇത്തരത്തിലുള്ളൊരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പോ മറ്റോ, അല്ലെങ്കിൽ കുറച്ച് നാളായി കാണും, ജോൺ ബ്രിട്ടാസ് ഈ സിനിമയെക്കുറിച്ച്, അതായത് മമ്മൂക്കയുടെ ഇത്തരത്തിലുള്ള വില്ലൻ, അതായത് നെഗറ്റീവ് ടച്ചുള്ള കഥാപാത്രങ്ങളെ മമ്മൂക്ക അവതരിപ്പിക്കുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞതാണ്. കാര്യം അടുത്ത സിനിമയിലെ കഥാപാത്രം ഇന്നതാണെന്നും അതിൻ്റെ സാഹചര്യം ഇന്നതാണെന്നും ഒക്കെ ഉള്ള രീതിയിൽ മമ്മൂക്ക സംസാരിച്ചു എന്ന് ജോൺ ബ്രിട്ടാസ് പറഞ്ഞെന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഈ പറഞ്ഞ കണക്ക് ജോൺ ബ്രിട്ടാസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവത്തില്ല, അല്ലെങ്കിൽ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ കണക്ക് മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിനെ അദ്ദേഹം ശരിയായിട്ടുള്ള രീതിയിൽ ചിലപ്പോൾ പറയണമെന്നില്ലല്ലോ. കാര്യം ഇതൊരു സിനിമയാണ്. കാര്യം പ്രേക്ഷകൻ ആദ്യമേ മനസ്സിലാക്കത്തക്ക രീതിയിലായിരിക്കത്തില്ലല്ലോ ഓരോ സിനിമകളും സൃഷ്ടിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കത്തില്ല. പക്ഷേ ജോൺ ബ്രിട്ടാസ് ഇതുമായിട്ട് പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇത്തരത്തിലുള്ളൊരു കഥാപാത്രമാണ് മമ്മൂക്കയുടെ എന്നുള്ള രീതിയിലുള്ള സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ചകൾ. ഏതായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, മമ്മൂക്കയുടെ ഇതിനകത്തൊരു നെഗറ്റീവ് ടച്ചുള്ള കഥാപാത്രമാണെന്നുള്ള കാര്യം. ഇതിനകത്തൊരു പോസിറ്റീവായിട്ടുള്ള രീതിയിലുള്ള ക്യാരക്ടർ ചെയ്യുന്നത് വിനായകനാണെന്ന് നമുക്കറിയാം. പക്ഷേ നമ്മൾ അങ്ങനെ പറയുമ്പം നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളിലേക്ക് പുറകോട്ട് പോകുമ്പം മമ്മൂക്ക ചെയ്തിട്ടുള്ള ചില അദ്ദേഹത്തിൻ്റെ വില്ലൻ, അതായത് നെഗറ്റീവ് ടച്ചുള്ള കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള കണക്ക് ഇപ്പം വിധേയനകത്ത് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ, അതുപോലെ പാലേരി മാണിക്യം എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ, ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയുടെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ, പിന്നെ നമുക്കറിയാം മേഘം സിനിമയ്ക്കകത്ത് മൊത്തത്തിൽ അല്ലെങ്കിൽ പോലും ചില ഭാഗത്ത് ഒരു വില്ലത്തരങ്ങളൊക്കെ കാണിക്കുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടർ, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ആ ഫേസിന്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ സ്വല്പം മീശയും കൂടെ പിരിച്ചു കഴിഞ്ഞാൽ, മീശ പിരിക്കേണ്ട അത് ആവശ്യം അദ്ദേഹത്തിനില്ല, ആ ഒരു രൂപത്തിന് അദ്ദേഹത്തിന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യം. അദ്ദേഹത്തിൻ്റെ മുഖത്ത് തന്നെ ആ ക്രൂരതയുടെ എല്ലാം കൊണ്ടുവരാൻ എനിക്ക് തോന്നുന്നു അങ്ങനെ പറ്റുന്ന ഒരു നായക നടൻ മലയാള സിനിമയിൽ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം അത്രയും ഗംഭീരമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വിധേയൻ പോലുള്ള സിനിമകളും, അല്ലെങ്കിൽ പാലേരി മാണിക്യം പോലുള്ള സിനിമകൾ. ഇപ്പോൾ പാലേരി മാണിക്യം എന്നൊക്കെ പറഞ്ഞ സിനിമ കണ്ടിട്ടുള്ള മമ്മൂക്കയുടെ ആരാധകർക്ക് പോലും ഒരു ഘട്ടത്തിൽ മമ്മൂക്കയുടെ ദേഷ്യം വന്നു പോകും. കാര്യം അദ്ദേഹത്തിന് എത്ര ആരാധിക്കുന്ന ആൾക്കാരായാൽ പോലും ഒരു നിമിഷം ഇതൊരു സിനിമയാണെന്നുള്ളത് നമ്മൾ മറന്നു പോകും. മമ്മൂക്കയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പം ഒരു ഘട്ടത്തിൽ പോലും നമ്മളിപ്പോൾ ഇതൊരു സിനിമയാണെന്നോ, കാര്യം ഒരു സിനിമ നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന, അല്ലെങ്കിൽ ഒരു സിനിമ ഏറ്റവും മനോഹരമാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പം ആ സിനിമയിലേക്കും ആ കഥാപാത്രത്തിലേക്കും നമ്മൾ ഇറങ്ങിച്ചെല്ലുന്ന സമയത്താണ്. കാര്യം ഒരു നിമിഷമെങ്കിലും അത് മമ്മൂക്കയാണ് അല്ലെങ്കിൽ മമ്മൂട്ടിയാണ്, ഇത് നമുക്കറിയാം, ഇതൊരു സിനിമയാണ് എന്ന് നമ്മൾ ചിന്തിച്ചു പോയാൽ ഒരിക്കലും ഒരു സിനിമയും രക്ഷപ്പെടത്തില്ല, ഒരിക്കലും ഒരു സിനിമയും ഏറ്റവും മികച്ചതാകത്തില്ല. അപ്പം മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ളൊരു തോന്നൽ ഉണ്ടാക്കാതെ മമ്മൂക്കയുടെ പ്രേക്ഷകരെ പോലും, അദ്ദേഹത്തിനെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന വ്യക്തികളെ പോലും ഇപ്പോൾ ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ മമ്മൂക്ക ചെയ്യുന്ന സമയത്ത് മമ്മൂക്കയുടെ വിരോധം വരത്തക്ക രീതിയിലേക്ക് നമ്മളെ അതിനകത്ത് കൊണ്ടുപോകാൻ മമ്മൂക്കയ്ക്ക് സാധിക്കുന്നെങ്കിൽ അതാണ് മമ്മൂക്കയുടെ അഭിനയത്തിൻ്റെ ഏറ്റവും വലിയൊരു ശക്തിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്തരം രീതിയിലുള്ള ഒരു കഥാപാത്രങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ ജിതിൻ കെ ജോസിൻ്റെ സിനിമയായാലും, അല്ലെങ്കിൽ ഇനി ഇത്തരത്തിൽ വരാൻ കിടക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് സിനിമകളായാലും അദ്ദേഹത്തിന് വളരെ നിസ്സാരമായിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് തന്നെ സുഹാസിനി തന്നെ പറഞ്ഞ കണക്ക് നമുക്കറിയാം, മമ്മൂക്ക സംബന്ധിച്ചിടത്തോളം ഇപ്പം മമ്മൂക്കയും അമിതാഭ് ബച്ചനും ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള കഥാപാത്രങ്ങളിലേക്കും സിനിമകളിലേക്കും പോകുന്നു. പക്ഷേ അമിതാഭ് ബച്ചനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു നായക നടനല്ലിന്ന്. പക്ഷേ മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു നായക നടനാണ്. ആ നായക നടനാണെന്നുള്ളത് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തരം സിനിമകളിലേക്ക് അദ്ദേഹം പോകുന്നത്. പിന്നെ മമ്മൂക്കയെ സംബന്ധിച്ച് മറ്റു നടന്മാരെ മമ്മൂക്കയും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, മമ്മൂക്ക
ഇത്തരത്തിലുള്ള ക്യാരക്ടർ ചെയ്യുന്നതിനെ മമ്മൂക്കയുടെ പ്രേക്ഷകർ അല്ലെങ്കിൽ മലയാള സിനിമയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയെ തന്നെ സ്നേഹിക്കുന്ന പ്രേക്ഷകർ കൈ നീട്ടി ഇത്തരത്തിലുള്ള ക്യാരക്ടറും അല്ലെങ്കിൽ സിനിമയും അവർ സ്വീകരിക്കുന്നുണ്ടാണ്. അതോടൊപ്പം മമ്മൂക്കയെ പോലുള്ള ഒരു ഇത്രയും ഈ ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച നടൻ, അതായത് ഒരു ലെജൻഡായിട്ടുള്ള ഒരാൾ ഇത്തരത്തിലുള്ള ഒരു ക്യാരക്ടർ ചെയ്യുമ്പം അന്യഭാഷയിൽപ്പെട്ട ആളുകൾക്ക് പോലും മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിനെ, അദ്ദേഹത്തിൻ്റെ സിനിമയെക്കുറിച്ച് മനസ്സിലാക്കാനും അത് കാണാനും അവർക്ക് വളരെ താല്പര്യമുണ്ട്. കാര്യം നമ്മുടെ മലയാളത്തിൽ ഉൾപ്പെടെയുള്ള ഒട്ടേറെ നായക നടന്മാർക്ക് ഇന്നും അതിനുള്ള ഒരു ധൈര്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റാർക്കും അത്തരത്തിലുള്ള ഒരു ധൈര്യം ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. അവരൊക്കെ ഈ പറഞ്ഞ കണക്ക് ഒരു പോസിറ്റീവ് സൈഡും ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ടെങ്കിൽ അതിനൊരു പോസിറ്റീവ് സൈഡും ആ സിനിമയ്ക്കകത്ത് കൂട്ടിച്ചേർത്തിട്ടായിരിക്കും അത്തരത്തിലുള്ള ഒരു സിനിമകളിലേക്ക് അവർ പോകുന്നത്. അവരുടെ തുടക്കകാലത്തെ സിനിമയല്ല ഞാൻ പറയുന്നത്. അവരൊക്കെ ഒരു സൂപ്പർ സ്റ്റാർസ് അല്ലെങ്കിൽ അതിലും മേലുള്ള ഒരു ലെവലിലെത്തിയതിന് ശേഷം അവർ ചെയ്തിട്ടുള്ള സിനിമകളെന്ന് പറയുന്നത്. പക്ഷേ മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പാലേരി മാണിക്യം എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഒരു ഘട്ടത്തിലും, അല്ലെങ്കിൽ വിധേയൻ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്കകത്ത് ഒരു ഘട്ടത്തിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ പ്രമേയുഗം എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹത്തിനെ ഒന്ന് ന്യായീകരിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നെഗറ്റീവ് സൈഡിനോടൊപ്പം ഒരു പോസിറ്റീവ് സൈഡ് കാണിച്ച് തരുന്ന കാര്യങ്ങളൊന്നും നമ്മളാരും ആ സിനിമയ്ക്കകത്ത് കണ്ടില്ല. കാര്യം മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പ്രേക്ഷകർ അത് സ്വീകരിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർ ചർച്ച ചെയ്യുന്ന മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച സിനിമകൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. കാര്യം മമ്മൂക്ക ഇനി ചെയ്യാൻ വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങളൊന്നും തന്നെയില്ല. പിന്നെ ഇത്തരത്തിലുള്ള വേഷങ്ങൾ ചെയ്തുകൊണ്ട് സിനിമയെ വലിയ രീതിയിലേക്കുള്ള ചർച്ചയാകത്തക്ക രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക, അതിനോടൊപ്പം ഗംഭീരമായിട്ടുള്ള ഇത്തരത്തിലുള്ള വേഷങ്ങൾ ചെയ്യുക, അത് ഈ പറഞ്ഞ കണക്ക് ഒരുപാട് കാലങ്ങൾക്ക് ശേഷവും ആളുകൾക്ക് ഓർത്തിരിക്കത്തക്ക രീതിയിലേക്ക് ചെയ്യാൻ എന്ന് പറഞ്ഞ് ഇപ്പം മമ്മൂക്കയല്ല, അതിപ്പോൾ എനിക്കൊന്ന് ഒരു ലാലേട്ടനോ ഒരു കമലഹാസനോ ഒരു രജനീകാന്തിനോ അല്ലെങ്കിൽ ഈ മറ്റാർക്കും ഇപ്പോൾ ഒരു ചിരഞ്ജീവിക്കോ ഇവർക്കൊന്നും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റത്തില്ല ഇത്തരത്തിലുള്ള ഒരു പോസിറ്റീവ് വശം പോലും കാണിച്ചു തരാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ ഈ കഥാപാത്രത്തിനൊരു ന്യായീകരണം ഇല്ലാത്ത രീതിയിലുള്ള തനി നെഗറ്റീവ് കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് അത് മമ്മൂക്കയ്ക്ക് മാത്രം സാധിക്കുന്നതാണ്. അതുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് സിനിമകൾ വരട്ടെ. മമ്മൂക്കയുടെ ആരാധകർ എന്നുള്ള രീതിയിൽ എല്ലാവർക്കും സന്തോഷിക്കാൻ പറ്റുന്നതാണ്. താങ്ക് യു.